ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട ഇതുണ്ടാക്കാനായിട്ട്. വെറും 10 മിനിറ്റ് മതി. നമ്മളിതിനായിട്ട് അരി കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും വേണ്ട. നമുക്കിത് അല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് ശർക്കര ഉരുക്കിയെടുത്തതാണ്. 1 കപ്പ് അളവിലാണ്. അത് ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ആദ്യം കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നെയ്യിൽ വറുത്ത തേങ്ങയും കറുത്ത എള്ളും കൂടിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് നമുക്ക് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഇടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഒത്തിരി തിക്കല്ലാത്തതും എന്നാൽ ലൂസ് അല്ലാത്തതുമായ രീതിയിലാണ് ഇതിൻ്റെ മാവ് വേണ്ടത്. അപ്പോൾ ഒരുപാട് തിക്കാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തേച്ചാൽ മതി. റവയും അരിപ്പൊടിയും ഒക്കെ അല്പം നേരം ഇരുന്ന് കഴിയുമ്പം ഒന്ന് നല്ല തിക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കണം. അല്ലെങ്കിൽ ഇത് ഇരിക്കും തോറും പിന്നെ അത് തിക്കാവും. ഇവിടെ ഞാൻ അടുപ്പത്ത് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് തയ്യാറാക്കി വെച്ചിരുന്ന നെയ്യപ്പത്തിൻ്റെ മാവ് 1 തവി അളവിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായിരിക്കുമ്പോൾ വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ നെയ്യപ്പം 2 സൈഡും മൂത്ത് നല്ല കറക്റ്റ് പരുവമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് മുഴുവൻ ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് അരിയൊന്നും കുതിർത്ത് സമയമൊന്നും കളയാതെ ഇതുപോലെ 10 മിനിറ്റിൽ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.